മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എനിക്കെങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും? എനിക്ക് കുട്ടികളുണ്ടാവില്ല എന്ന ഒറ്റ റീസൺ പറഞ്ഞ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഡിവോഴ്സിനായിട്ട് എന്നെ കമ്പൽ ചെയ്യുകയാണ്. ഡോക്ടർ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് ഒരു സർട്ടിഫിക്കറ്റ് തന്നാൽ തൽക്കാലം ആ ഡിവോഴ്സിൽ നിന്നും എനിക്കൊന്ന് രക്ഷപ്പെടാൻ പറ്റും. ഞാനൊരിക്കലും പ്രഗ്നന്റ് ആവില്ല എന്ന് എനിക്കറിയാം. ബട്ട് തൽക്കാലം ഇതല്ലാതെ എനിക്ക് വേറെ വഴിയില്ല. മാഡം പ്ലീസ്, ഞാൻ എത്ര ക്യാഷ് വേണമെങ്കിലും തരാം. ഞാനൊരു ഫേക്ക് സർട്ടിഫിക്കറ്റ് തരിക എന്ന് പറഞ്ഞാൽ അതിപ്പോ ഒരു ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയി ഞാനൊരു 50,000 മാഡത്തിന് ഓഫർ ചെയ്യുകയാണ്. ഞാൻ UK എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർ ഡിമാൻഡ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെങ്കിലും ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് തരാം. പ്ലീസ് മാഡം ഒന്ന് സമ്മതിക്കൂ. സിമ്പിളായിട്ടൊരു റിപ്പോർട്ടല്ലേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഒരു പ്രോബ്ലവും വരില്ല. ഷുവർ. ധന്യയുടെ ഫുൾ നെയിം? ധന്യ ലാൽ. ഇപ്പൊ ആളെ മനസ്സിലായല്ലോ. അന്ന് ഡോക്ടറെ കാണാൻ വന്നത് ഞാൻ തന്നെയായിരുന്നു. അന്ന് ഡോക്ടറുടെ മുമ്പിൽ വന്നിരുന്നത് ആരാണെന്ന് ഇപ്പൊ കൃത്യമായിട്ട് മനസ്സിലായി കാണുമല്ലോ അല്ലേ? എന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിച്ചിട്ട് ഞാൻ പ്രഗ്നന്റ് ആണെന്ന് കള്ള സർട്ടിഫിക്കറ്റ് തന്ന ഡോക്ടറല്ലേ നിങ്ങള്? എന്തു പറയുന്നു ഡോക്ടറെ? കൈക്കൂലി വാങ്ങി കള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഈ വീഡിയോ ഞാൻ പോലീസിൽ ഏൽപ്പിക്കട്ടെ? തൽക്കാലം അതവിടെ നിൽക്കട്ടെ. ഡോക്ടറിന് ഞാൻ വേറൊരു വീഡിയോ കാണിച്ചു തരാം. ശിവാനി, ഇത് തേക്കളിയാ. ഇല്ലാത്ത പ്രഗ്നൻസിയാ ഞാൻ ഉണ്ടെന്ന് സർട്ടിഫൈ ചെയ്ത് തന്നിരിക്കുന്നത്. എത്ര നാളെ കള്ളം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഡോക്ടറെ ഒന്ന് സമാധാനപ്പെട്. ഞാൻ ഈശ്വരമംഗലം വീടൊന്ന് ലെവലാക്കി എടുത്തോട്ടെ. അത് കഴിഞ്ഞ് ഞാൻ പ്രഗ്നന്റ് അല്ലെന്നുള്ള വിവരം എല്ലാവരും ഞാൻ അറിയിച്ചോളാം. മോനെ പ്രണവേ, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ഡോക്ടറിന് അറിയോ? ശിവാനിയുടെ ഒരു പഴയ ഫ്രണ്ടില്ലായിരുന്നു അമൽ? അവന്റെ കയ്യിലുണ്ടായിരുന്ന വീഡിയോ ആണിത്. ഈ ഡോക്ടറും ശിവാനിയും തമ്മിലുള്ള രഹസ്യ ഇടപാടുകൾ അമൽ ഷൂട്ട് ചെയ്ത് കയ്യിൽ സൂക്ഷിച്ചിരുന്നു. ആ വീഡിയോ ഉപയോഗിച്ച് അവൻ നിരന്തരം ശിവാനിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയും പണവും സ്വർണവും ഒക്കെ കൈക്കലാക്കുകയും ചെയ്തു. ഈ പറഞ്ഞ വിരുദ്ധനെ ഒരു ദിവസം എന്റെയും ഗൗതമിന്റെ കയ്യിൽ കിട്ടി. സത്യം പറഞ്ഞോണം. നീ എന്ത് പറഞ്ഞാടാ ശിവാനിയെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്? ഞാൻ ആരെയും ബ്ലാക്ക്മെയിൽ ഒന്നും ചെയ്തിട്ടില്ല. ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്നത് സത്യമാ. നിനക്കറിയാവുന്ന അവിടെ എന്ത് രഹസ്യം ഉള്ളത്? ചിലപ്പോൾ എൻ്റെ പല രഹസ്യങ്ങളും കാണും. അതൊന്നും പറയേണ്ട ആവശ്യം എനിക്കില്ല. പറടാ, കൊന്നുകളയും നിന്നെ ഞാൻ. കൊന്നാലും ഞാൻ പറയില്ല. ഇവനെ കൊല്ലണ്ട ഗൗതം.
ഈ തിളച്ച വെള്ളം ഇവന്റെ തല വഴി ഞാനങ്ങ് ഒഴിച്ചേക്കാം. അപ്പൊ ഇവൻ സത്യം പറയുമല്ലോ. എന്ത് പറഞ്ഞാടാ? എന്ത് പറഞ്ഞാ നീ ഭീഷണിപ്പെടുത്തുന്നത്? ഇപ്പൊ ഒഴിക്കും ഞാൻ. വേണ്ട, ഞാൻ പറയാം. എങ്കിൽ പറ. അത് ശിവാനി പ്രഗ്നൻ്റ് അല്ലാന്ന് എനിക്കറിയാം. അതിൻ്റെ തെളിവായി അവൾ ഡോക്ടറുമായിട്ട് സംസാരിക്കുന്ന വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഈ 2 വീഡിയോയും കൂടി ഞാൻ പോലീസിൽ ഏൽപ്പിച്ചോണ്ടല്ലോ, ഡോക്ടർ അകത്ത് കിടന്ന് ആഴിയെണ്ണു. മനുഷ്യന്റെ ഉയിര് കാക്കുന്ന ലക്ഷക്കണക്കിന് ഡോക്ടർമാരുള്ള നാടാണിത്. നിങ്ങളെപ്പോലുള്ള ആളുകൾ അവർക്ക് കൂടി ഒരു അപമാനമാണ്. സത്യം സത്യമായി ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. അല്ലെങ്കിൽ ഈ ആശുപത്രി തന്നെ നിങ്ങൾക്ക് പൂട്ടിക്കിട്ടേണ്ടി വരും. പറഞ്ഞേക്കാം. ദേവി, ഇത് പുറത്തറിയരുത്. എല്ലാ സത്യവും ഞാൻ പറയാം. എന്തിനാ മടിക്കുന്നത്? ഉള്ള കാര്യം അങ്ങ് തുറന്നു പറഞ്ഞേക്ക്. അത് ശിവാനിക്ക് അബോഷനായിന്ന് ഞാൻ പറഞ്ഞത് കള്ളമാണ്. ആ, ശിവാനി അബോഷനൊന്നും ആയിട്ടില്ല. അതെന്താന്ന് വെച്ചാ, എന്നെ കാണാൻ ആദ്യം വരുമ്പോഴേ ശിവാനി പ്രഗ്നന്റ് ആയിരുന്നില്ല. എന്തൊക്കെയാ ഡോക്ടർ ഈ പറയുന്നത്? എന്തെങ്കിലും ഒന്ന് തീർത്ത് പറ. ആരെങ്കിലും ഭയന്നിട്ടാണോ ഇപ്പൊ ഡോക്ടർ ഇങ്ങനെ മാറ്റി പറയുന്നത്? ഡോക്ടറെ ആരും ഒന്നും ചെയ്യത്തില്ല. സത്യം പറ. ഇല്ല, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. പ്രഗ്നന്റ് അല്ല എന്ന സത്യം ശിവാനിക്കും അറിയായിരുന്നു. എന്നെ തന്ത്രത്തിൽ ശിവാനി ഒരു ഊരാ കുടുക്കിൽ കൊണ്ട് ചെന്ന് ചാടിച്ചതാണ്. മനഃപൂർവ്വം അല്ലെങ്കിലും എന്നെ കൊണ്ട് എല്ലാവരോടും കള്ളം പറയിപ്പിച്ചു. ദേവി, ഇത് എല്ലാവരും എന്നോട് ക്ഷമിക്കണം. പറ്റിപ്പോയി. ഇരട്ട കുട്ടികളുണ്ടെന്ന് പോലും ശിവാനി എന്നെ കൊണ്ട് കള്ളം പറയിച്ചതാണ്.